ഇന്നേ ദിവസം കർത്താവ് തരുന്ന വചനം കുടുംബജീവിതം നയിക്കുന്നവർക്ക് ആവശ്യമായ ഒരു വചനമാണ്. ഞാൻ പറയാതെ തന്നെ എനിക്കറിയാം ഈ ശുശ്രൂഷയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കുന്ന വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ കാര്യം എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. രണ്ടാമത്, അവന് ചേർന്ന ഇണയെ നൽകും. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് പോയിട്ടുള്ളത് എപ്പോഴാണ് അല്ലെ? നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോഴാണ് തെറ്റായിട്ടുള്ള ചിന്തകള് നമുക്കുണ്ടാവുന്നത്, ടെംപ്റ്റേഷൻ വരുന്നത്, പാപം ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് കൂടുതലും നമ്മൾ പാപത്തിൽ വീണുപോയത്. കർത്താവ് പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവ് ചേർന്ന ഇണയെ തന്നിട്ടുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഈ പലരും ഇത് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു ബ്രദറെ, ഒന്നും പറയണ്ട, പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? ശരിക്കും നമ്മൾ നോക്കുമ്പോൾ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് അല്ലേ? വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് വ്യാകുല മാതാവിനെ പോലെ ദുഃഖിച്ച് തളർന്ന ഒരു ഭർത്താവ്, ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്ന അല്ലെ, മുൻകുവ പോലെ മൂക്കിന്റെ തുമ്പത്താണ് ഭർത്താവിന് ദേഷ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? വളരെ ശാലീനതയും ശാന്തതയും കുലീന സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടി. ഇനി എല്ലാവരോടും ചെന്ന് സംസാരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഭർത്താവ്. അതായത് തികച്ചും വളരെ ഡിഫറന്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മുടെ ഫാമിലിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷത്തെ നോക്കുമ്പോൾ നമുക്ക് സഹകരിച്ചു പോകാൻ ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലൈഫ് എന്ന് പറയുന്ന ഇതൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുക്കണം, ആരെങ്കിലും ഒരാള് ക്ഷമിക്കണം, ആരെങ്കിലും ഒരാള് സോറി പറയാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ മാത്രമേ ലൈഫ് മുമ്പോട്ട് പോകുള്ളൂ, ഫാമിലി മുമ്പോട്ട് പോകുള്ളൂ. അതാണ് ഈ വചനം പറയുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.